ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. സോ ഇന്നൊരു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ടിയർ റാലിയുടെ 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ടിയർ റാലി എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയിലെ സോൾജിയർ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു റാലി എന്ന് നടക്കും, അതുപോലെ തന്നെ എവിടെ നടക്കും, ഏജ് ലിമിറ്റ് എത്രയാണ്, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് നോക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു സ്ലൈഡിൽ റോജ്ഗാർ സമാചാർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലെ ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം QR കോഡ് സ്കാൻ ചെയ്യുക, തുടർന്ന് ഈ ഒരു PDF ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു PDF-ൻ്റെ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെക്കൻഡ് പേജിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു TA റാലി നടക്കുന്നത് സോൺ വൈസ് ആണ്. ഈ ഒരു റാലിയിൽ 4 സോണുകളാണ് വരുന്നത്. അതിൽ കേരളം ഉൾപ്പെടുന്നത് സോൺ 4-ലാണ്. അപ്പോൾ കേരളം മാത്രമല്ല ഈ ഒരു സോൺ 4-ൽ വരുന്നത്, അതായത് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൺ 4-ലായിട്ടാണ് വരുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് സോൺ 4-ലാണ് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് പേജ് ആണ്. ഈ പേജിൽ പറയുന്നത് നിങ്ങളുടെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 15, 2025 മുതലാണ്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡിസംബർ 1, 2025 വരെയാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്ന ബറ്റാലിയൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്നത് ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ 101 ഇൻഫൻട്രി TA ബറ്റാലിയൻ ഉണ്ട്, അതുപോലെ 106 TA ബറ്റാലിയൻ, 109 TA ബറ്റാലിയൻ തുടങ്ങി ഈ ഒരു ബറ്റാലിയൻ ചേർന്നിട്ടാണ് നമ്മുടെ ഈ റാലി കണ്ടക്ട് ചെയ്യുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോൺ വൈസ് വരുന്ന വേക്കൻസീസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ കേരളം വരുന്നത് സോൺ 4-ലാണ്. അപ്പോൾ കേരളത്തിന് മാത്രമായിട്ടല്ല ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, സോൺ 4-ൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്സിനും കൂടെ ചേർന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വേക്കൻസി വരുന്നത് നോക്കിക്കേ, സോൾജിയറിന്റെ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്കാണെങ്കിൽ 1372 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെഫ്, മെസ് കുക്ക്, സ്റ്റുവേർഡ്, ആർട്ടീഷ്യൻ, ടൈലർ, വാഷ്മാൻ, ക്ലർക്ക്, ഷെഫ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പർ, ഹെയർ ഡ്രസ്സർ തുടങ്ങി ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോൺ 4-ലേക്കുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെയുള്ള വേക്കൻസിയാണ്, അല്ലാതെ കേരളത്തിലേക്ക് മാത്രമുള്ള വേക്കൻസി അല്ല. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോൺ വൈസിൽ നടക്കുന്ന നമ്മുടെ ടിയർ റാലിയുടെ ലൊക്കേഷൻ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊൽഹാപൂർ, മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ ആണ് സെന്റർ വരുന്നത്. അതായത് ശിവജി സ്റ്റേഡിയം, ശിവജി യൂണിവേഴ്സിറ്റി കൊൽഹാപൂരിലാണ് ഫസ്റ്റ് ലൊക്കേഷൻ, അതായത് ടിയർ റാലിയുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റാലി നടക്കുന്നത് 27 നവംബർ 2025-ലും അതുപോലെ തന്നെ 28 നവംബർ 2025-ലുമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഓൾ ഡിസ്ട്രിക്ട്സ്, അതുപോലെ ഗുജറാത്ത്, കേരള സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ 28-ാം തീയതിയിലെ ആണെങ്കിൽ ഓൾ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്, ഗുജറാത്ത് ആൻഡ് കേരള സ്റ്റേറ്റും ഉൾപ്പെടുന്നു. അപ്പോൾ 27 നവംബറിനും 28 നവംബറിനും എന്താണ് ടിയർ റാലി ഈ ഒരു സെൻട്രൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തെലങ്കാനയിലെ സെക്കന്ദരാബാദ് ആണ്. ലൊക്കേഷൻ വരുന്നത് താപ്പാൽ സ്റ്റേഡിയം, AOC സെന്റർ, സെക്കന്ദരാബാദ്, തെലങ്കാന. അപ്പോൾ സെക്കൻഡ് ലൊക്കേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് റാലി നടക്കുന്ന തീയതികളാണ് 28 നവംബർ 2025 ആണ്. ഇവിടെ എന്താണ് തമിഴ്നാട്ടിലെ 10 ഡിസ്ട്രിക്റ്റുകളും അതുപോലെ തന്നെ ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള സ്റ്റേറ്റ്സിനുമാണ് ഇവിടെ റാലി നടത്തുന്നത്. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബെൽഗാവിയാണ്. അതായത് കർണാടകയിലെ ബെൽഗാവി എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്നാമത്തെ
റാലിയുടെ നമ്മുടെ ടിയർ റാലിയുടെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ സ്റ്റേഡിയം ബെൽഗാവി കർണാടകയാണ് നമ്മുടെ മൂന്നാമത്തെ സെൻട്രലിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 27 നവംബർ 2025 അതുപോലെ തന്നെ 28 നവംബർ 2025 ഈ ഒരു സെൻട്രലിലും റാലി നടക്കുന്നത്. അപ്പൊ 27-ാം തീയതി ആണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഓൾ ഡിസ്ട്രിക്ട്സിനും കേരള സ്റ്റേറ്റ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 28 ആണെങ്കിൽ തമിഴ്നാട്ടിലെ ഓൾ ഡിസ്ട്രിക്ട്സും അതുപോലെ കേരള സ്റ്റേറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പൊ തേർഡ് സെന്ററിലും 27-നും 28-നുമായിട്ടാണ് റാലി നടക്കുന്നത്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ദേവ്ലാലിയാണ്. അതായത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്, ടിയർ റാലി കണ്ടക്ട് ചെയ്യുന്നത്. സോ അന്നേ ദിവസം ഏതൊക്കെയാണ് 27 നവംബർ 2025 അതുപോലെ തന്നെ 28 നവംബർ 2025 റാലി നടക്കുന്നത്. ഇവിടെ 27-നാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ എല്ലാ ഡിസ്ട്രിക്ട്സും ഗുജറാത്തും കേരള സ്റ്റേറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 28-നാണെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്ട്സും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൊക്കേഷൻസിലാണ് എന്ത് നടക്കുന്നത്, സോൺ 4-ലെ ടിയർ റാലി കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടിയർ റാലിയുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടിയർ റാലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ടിയർ റാലിക്ക് ആൺകുട്ടികൾക്ക് മാത്രമാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സാണ്. അതായത് നിങ്ങൾക്ക് 18-നും 42 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റാലിക്ക് പങ്കെടുക്കാം. അതുപോലെ ആൺകുട്ടികൾക്ക് മാത്രമാണ് അവസരം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ എങ്കിലും നിങ്ങൾക്ക് ചുരുങ്ങിയത് ഹൈറ്റ് വേണം. അതുപോലെ ചെസ്റ്റ് എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ ആണ്. ചെസ്റ്റ് എക്സ്പാൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് 82 സെന്റിമീറ്റർ എന്നുള്ളത്. വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ BMI അനുസരിച്ചാണ് വെയിറ്റ് നമ്മളിവിടെ കണക്കാക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനകത്ത് വരുന്ന 2 ഐറ്റംസ് ആണ്. ഒന്നെന്ന് പറയുന്നത് റണ്ണിങ്ങും അടുത്തതെന്ന് പറയുന്നത് പുള്ളപ്പും. സോ റണ്ണിങ് എന്ന് പറയുന്നത് 1 മൈലാണ് നിങ്ങൾ റൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം 18-നും 30 വയസ്സിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൺ ചെയ്യേണ്ട സമയമാണ് 5 മിനിറ്റ് 30 സെക്കൻഡ്. അതായത് 1 മൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ട സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 60 മാർക്കായിരിക്കും. അതുപോലെ തന്നെ 5 മിനിറ്റ് 31 സെക്കൻഡും അല്ലെങ്കിൽ 45 സെക്കൻഡ് വരെ എത്തി എന്നുണ്ടെങ്കിൽ 40 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി 5 മിനിറ്റ് 46 സെക്കൻഡ് അതിന് മുകളിലോട്ടുമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾ ഫെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം 31-നും 42 വയസ്സിനും ഇടയിലാണെങ്കിൽ 1 മൈൽ റണ്ണിങ്ങിനായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മിനിറ്റ് 15 സെക്കൻഡ് ആണ്. ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 60 മാർക്കായിരിക്കും. അതുപോലെ തന്നെ 6 മിനിറ്റ് ആൻഡ് 16 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 40 മാർക്കും. 6 മിനിറ്റ് 31 സെക്കൻഡ് ആൻഡ് എബോവിലേക്കാണ് നിങ്ങളുടെ റണ്ണിങ് ടൈം എങ്കിൽ നിങ്ങൾ ഫെയിൽ ആകുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടൈമിങ്ങും മാർക്കുകളും എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പുള്ളപ്പാണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രായം 18-നും 30 വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാവുന്ന പുള്ളപ്പ് എന്ന് പറയുന്നത് 10 ആണ്. സോ ഈ ഒരു 10 പുള്ളപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 40 ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം 31-നും 42-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം പുള്ളപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9ഉം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 40ഉമാണ്. അതുപോലെ തന്നെ 9 ആകുമ്പോൾ അതായത് 9 പുള്ളപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് 33 മാർക്ക് ലഭിക്കുന്നു. 8 ആണെങ്കിൽ 27. അതുപോലെ പ്രായത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരുടെ പ്രായവുമാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 31 മുതൽ 42 വയസ്സ് വരെയാണ്. അപ്പോൾ ഓരോ പുള്ളപ്പിന്റെ എന്താണ് കൗണ്ടിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ 18 മുതൽ 30 വയസ്സുള്ളവരാണെങ്കിൽ 6-ന് ശേഷം വരുന്നത് അതായത് 6-ൽ താഴെ പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 31 തൊട്ട് 42 വയസ്സിന് താഴെ അതായത് 5-ൽ കുറവാണെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളപ്പുകളുടെ എണ്ണവും അതുപോലെ തന്നെ ലഭിക്കുന്ന ആകെ ടോട്ടൽ മാർക്കുകളുമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് ടിയർ റാലിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ PDF നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വഴിയും ലഭിക്കുന്നതായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസും വേക്കൻസി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ടിയർ റാലി 2025 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ബാച്ചിലേക്ക്
കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേരണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കായിട്ട് വരുന്ന ഓൺലൈൻ ഫീ വെറും 2500 രൂപയാണ്. ഈ ഒരു ഫീസിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അനേകം ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സുകളുണ്ട്. അതിനു പുറമെ റിവിഷൻ ക്ലാസ്സുകൾ, നിരന്തരമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. റെക്കോർഡഡ് സെഷനുകൾ അവൈലബിൾ ആണ്. അതായത് ഡെയിലി ലൈവ് ക്ലാസ് കാണാനായിട്ട് പറ്റാത്തവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുകളും 100-ൽ പരം മോക്ക് ടെസ്റ്റുകളുമാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങൾ റൺ ചെയ്യിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി SSC RRB എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ്. ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ PDF-കൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസിൻ്റെ സമയം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയും ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷനുകളും അപ്ഡേറ്റ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.